ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഇൻട്രോ ഇങ്ങനെ നടന്നുകൊണ്ടായിരുന്നു കേട്ടോ ഇൻട്രോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് നോമ്പ് 8 അപ്പോൾ എങ്ങോട്ടാണ് ഈ നടത്തുന്നത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഷോപ്പിലോട്ട് പോകാനായിട്ടായിരുന്നു കേട്ടോ. നോമ്പ് തുറക്കുമ്പോഴത്തേനും കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും തടമോളൊക്കെ കൂടി പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ തൊട്ടടുത്തുള്ള ഷോപ്പിലാണ് കേട്ടോ. അപ്പോൾ ഇതേ രണ്ടാളെൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഷോപ്പിൽ പോകാനായിട്ട്. ഹലോ, പോവാ ഫിസി ബേബി കൂടി വരുന്നുണ്ട് അല്ലേ? വാങ്ങാൻ പോവാ. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. തൊട്ടടുത്ത് നടക്കാനുള്ള ഒരു ദൂരമുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ എത്തി കേട്ടോ. നമ്മൾ വീടിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റാണ്. അത്യാവശ്യം നല്ല സാധനങ്ങളൊക്കെ കിട്ടുന്നൊരു ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഉമ്മ പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഞാൻ നോക്കിയെടുക്കുന്നുണ്ട്. അത് പോരാഞ്ഞ് വെറുതെ വായ നോക്കി നടക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇതുപോലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ നല്ല രസമാണ്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയില്ലെങ്കിലും നമ്മൾ അത്യാവശ്യമുള്ള വാങ്ങിയാലും പിന്നെയും എന്തെങ്കിലുമൊക്കെ വേണമെന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് നടക്കുകയും ഫിസി ബേബിക്ക് ഇഷ്ടമായിട്ടോ. കാരണം കുറേ സാധനങ്ങൾ കാണില്ല. സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സ് ഷോപ്പിലും കൂടെ കയറി കേട്ടോ. നമ്മൾ ഷോപ്പിൽ പോയി വന്ന് സാധനമൊക്കെ കിട്ടിയിട്ടോ വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉമ്മച്ചി എന്തോ ഒരു സ്പെഷ്യലാക്കി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ വെച്ച് എന്തോ ഫ്രൂട്ട്സ് സർബത്ത് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഫ്രൂട്ട്സൊക്കെ മേടിച്ച് ഇത് വീട്ടിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഫ്രൂട്ട് സർബത്താണോ എന്താണെന്നുള്ളതൊക്കെ വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം കേട്ടോ ബാക്കി കാര്യങ്ങളൊക്കെ. ഫ്രണ്ട്സ്, ഷോപ്പിൽ പോയി വന്ന് നല്ലൊരു പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ എന്തോ മറ്റേ ഫ്രൂട്ട് സർബത്ത് അങ്ങനെ എന്തോ ആണ് ആക്കാൻ പോണെന്ന്. അപ്പോൾ അതിൻ്റെ ഫ്രൂട്ട്സ് അരിഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പണി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒന്ന് പീൽ ചെയ്ത് ക്ലീനാക്കി അരിഞ്ഞു കൊടുക്കാം നമുക്ക്. അപ്പോൾ ആപ്പിളും പൈനാപ്പിളും അനാറൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എന്തായാലും ആപ്പിൾ ആദ്യം ഒന്ന് പീൽ ചെയ്ത് കട്ട് ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ പണി ചെയ്തിട്ട് ഇനി അടുത്ത പണി വല്ലതും കിട്ടുമെന്ന് നോക്കാം. സർവത്തിന് വേണ്ടിയിട്ടുള്ള ഫ്രൂട്ട്സ് ഇത് അരിഞ്ഞിട്ടുണ്ട്. പൈനാപ്പിൾ, ആപ്പിൾ, അനാറ്, പിന്നെ ബ്ലാക്കും ഗ്രീനും മുന്തിരി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാലിപ്പൂവൻ പഴം അങ്ങനെ നമ്മൾ ഉടച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ കൂടി നമുക്ക് അതിലോട്ട് ഇടുകയാണ് കേട്ടോ ചെയ്യണത്. പിന്നെ പാമ്പ് കൊടുക്കാൻ 10 മിനിറ്റ് ഉള്ളൂ. അപ്പോൾ പിന്നെ എല്ലാം ടേബിൾ കൊടുന്ന് വെക്കട്ടെ. ഗ്ലാസും ഈത്തപ്പഴം വാട്ടർമെലനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. ഇനി ഓരോന്നോരോന്നായിട്ട് വെക്കട്ടെ. എന്തൊക്കെയാണ്? ഇത് സമൂസ. അതിലെന്താ ഫില്ല് ചെയ്തിക്കണേ? അല്ല, അതൊരു സ്പെഷ്യൽ സമൂസയാണ്. മധുരമുള്ള സമൂസ. മധുരമുള്ള സമൂസ. അപ്പോൾ സാധാരണത്തെ പോലെ ബാങ്ക് വിളിച്ചപ്പോൾ ഈത്തപ്പഴം വെള്ളമൊക്കെ കുടിച്ച് ഞാൻ നോമ്പ് തുറന്നു കേട്ടോ. പിന്നെ കുട്ടികൾസിന് നോമ്പ് ഉണ്ടായാലും ഇല്ലെങ്കിലും അവർക്ക് ഭയങ്കര തിരക്കായിരിക്കും അല്ലേ? എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ? ആ ഒരു ധൃതിക്കുട്ടൻ്റെ കൈകളാണ് കേട്ടോ നിങ്ങൾ കാണുന്നത് അതിൻ്റെ ഇടയിൽ. പിന്നെ ചൂടും വെയിലും ഒക്കെ ആണല്ലോ ഇപ്പോൾ. അതുകൊണ്ട് തന്നെ ദാഹം ഭയങ്കരമായിട്ടാണ്. എന്താ പറയുക, ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ആ ഒരു ഫസ്റ്റ് ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണല്ലേ. എൻ്റെ കയ്യിൽ കാണുന്ന ജ്യൂസ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ നേരത്തെ ഉണ്ടാക്കിയ ഫ്രൂട്ട് സർബത്ത്. അതിൽ ഫ്രൂട്ട്സ് സ്മാഷ് ചെയ്ത് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ സ്മാഷ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ തണുക്കാനായിട്ട്. എന്നിട്ട് അത് നോമ്പ് തുറക്കേണ്ട തൊട്ട് മുന്നേ ആയിട്ട് കുറച്ച് തണുത്ത വെള്ളവും പാഷൻ ഫ്രൂട്ടിൻ്റെ സ്ക്വാഷും കൂടെ ഒഴിച്ച് മിക്സാക്കി കേട്ടോ. നന്നാരി സിറപ്പ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. എനിക്കത് ഇഷ്ടമില്ലാത്തതുകൊണ്ട് പാഷൻ ഫ്രൂട്ടാണ് കേട്ടോ നമ്മൾ ഒഴിച്ചത്. ടേസ്റ്റ് വൈസ് പറയുകയാണെങ്കിൽ വാവ് എന്നൊന്നും പറയാനില്ല, എന്നാൽ നോട്ട് ബാഡ് അങ്ങനെ പറയാം കേട്ടോ. കുഴപ്പമില്ല എന്നേ പറയാൻ പറ്റുള്ളൂ.
ഒരു മീഡിയം ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയത്. ഉണ്ടാക്കി നോക്കണമെങ്കിൽ ഒരു പ്രാവശ്യമൊക്കെ ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അത്രയ്ക്ക് എനിക്ക് തോന്നിയുള്ളൂ. ഈ ഒരു റെസിപ്പി എൻ്റെ ഉമ്മാക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. അത് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കിയത്. പിന്നെ അത് കഴിഞ്ഞ് സപ്പോട്ട ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ. അപ്പോൾ അൽഹംദുലില്ലാ നമ്മുടെ 8th നോമ്പ് അങ്ങനെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു കേട്ടോ. നോമ്പ് പറഞ്ഞു കഴിഞ്ഞാലുള്ള ഫുഡ് എന്താണെന്ന് നോക്കിയാൽ നമുക്ക് ഒരു സ്പെഷ്യലാണ് കേട്ടോ ഉണ്ടാക്കിയ സ്പെഷ്യൽ. പക്ഷേ അങ്ങനെ ആരും ഉണ്ടാക്കത്തെ അങ്ങനെയല്ല, നമുക്ക് നല്ല സ്പെഷ്യലായിട്ടാണ് കാണിച്ചത് എന്താണെന്നുള്ളത്. ഇതാണ് കേട്ടോ, കോഴിപ്പിടിയാണ് ഇന്ന് നമുക്ക് മെയിൻ ഫുഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. നോമ്പൊക്കെ തുറന്ന് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊന്നും നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നിങ്ങളെ കാണിക്കാൻ വന്നപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഒന്ന് എടുത്ത് തിന്നാനായിട്ടൊരു കൊതി വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കി നോക്കാം കേട്ടോ നമുക്ക്. അടിപൊളി ടേസ്റ്റ്. ഉമ്മ ഉണ്ടാക്കിയതാണ്. നല്ല ടേസ്റ്റ്, കറക്റ്റ് എന്താ പറയുക, നല്ല ഉപ്പും എരും ഒക്കെ പാകം, നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളി ടേസ്റ്റ്. ആർക്കും അറിയാത്തതൊന്നും ഉണ്ടായിരിക്കില്ല കോഴിപ്പിടിയൊക്കെ. എൻ്റെ ഉമ്മ ഉണ്ടാക്കിയ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ എന്തായാലും ചെയ്യാം. ഓക്കെ. അപ്പോൾ കോഴിപ്പിടി നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കിയാലോ. അപ്പോൾ തന്നെ നല്ല രസമുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. ഇനി എന്തായാലും കുറച്ച് കഴിഞ്ഞ്, ഇപ്പോൾ വയറ് ഫുള്ളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ കേൾക്കായിരുന്നു. അപ്പോൾ വയറ് നല്ല ഫുള്ളാണ്. സമോസയും റോളും ജ്യൂസും എല്ലാം കുടിച്ച് വയറിങ്ങനെ എന്താ പറയുക, നല്ല ഇതായിട്ട് നിൽക്കുക, ടൈറ്റായിട്ട്. ഇങ്ങനെ ഇഞ്ച സ്ഥലമില്ല എന്നൊക്കെ പറയില്ലേ, ആ നിലക്ക് നിൽക്കുകയാണ്. അപ്പം ഞാൻ നിസ്കരിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതിലോട്ട് കിടക്കട്ടെ എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ വീഡിയോ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. എൻ്റെ ഫോണൊന്ന് കേടൊന്ന് പോയി ഗൈസ്. അപ്പോൾ അത് പണി തന്നു എനിക്ക് എൻ്റെ ഫോണ്. ക്ലാരിറ്റി മറ്റു കാര്യങ്ങളാണെങ്കിലും എങ്ങനെയുണ്ട് എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ വീഡിയോ ഇടാണ്ടിരിക്കേണ്ടതെന്ന് തോന്നിയിട്ട് എനിക്ക്. അപ്പോൾ അതുകൊണ്ട് ഒരു കുട്ടി വീഡിയോ ആണെങ്കിൽ പോസ്റ്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഈ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ ഉറപ്പായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.